ഹലോ ഹലോ. ഹലോ, നമസ്കാരം നമസ്കാരം. ആ, സീതാ കല്യാണം. സീതാ കല്യാണത്തിന് നമസ്കാരം നമസ്കാരം. ഹായ് ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ കാലമായല്ലോ എല്ലാവരെയും കണ്ടിട്ട്. ഹായ് ലൈനോജ്, ഇത്തോട്ടാ എല്ലാവരും കാണുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ കാണട്ടെ. എന്തൊക്കെയാണ് വിശേഷം എല്ലാവരുടെയും? കൊറോണയായിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. വോട്ട് ഫോർ അനുഭ. കൊറോണ ഭയങ്കര പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മുഴുവൻ പ്രോബ്ലംസ് ആയിട്ടിരിക്കുകയാണ് അല്ലേ. ഞാൻ ഈ ലൈവിൻ്റെ കാര്യം പറഞ്ഞതേ, ഇത് ഇപ്പോൾ ശരിക്കൊരു വളരെ പാൻഡമിക് ആയിട്ടുള്ളൊരു അവസ്ഥയാണല്ലോ ആക്ച്വലി സ്പീക്കിംഗ്. രാജോട്ടാ നമസ്കാരം. അപ്പോൾ കൊറോണയുടെ സെക്കൻഡ് വേവിനെ പറ്റിയിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അധികം ഒന്നും അറിയണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ നമുക്ക് യാതൊരുവിധ ഇൻഫർമേഷൻസ് ഒന്നും അറിയണ്ടായിരുന്നില്ല. കൊറോണ ഉണ്ട്, കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമല്ല, ഇത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളത് അറിയണ്ടായിരുന്നില്ല സത്യം പറയാലോ. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, പേടിയായിപ്പോയി ഈ ഒരു അവസ്ഥ. അലക്സ് വർഗീസ്, ഹായ് അനുപേട്ടൻ. ഹായ് അലക്സ്, ഹായ് ഹായ്. സ്തുതി നായർ, ഹായ് സ്തുതി. സഫ്വാൻ സഫു, ഹലോ സഫ്വാൻ. അർച്ചന അനു, നമസ്കാരം നമസ്കാരം. ഹായ് ജുവിൻ ടി വിൽസൺ, ഹലോ ഹലോ ഹലോ. ഞാൻ കണ്ണാ ദേവപ്രസാദ്. ജുവിൻ ടി വിൽസൺ, ഹായ് ഹായ്. ഇപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണെന്ന് അറിയാം. ആർക്കും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. സെക്കൻഡ് വേവ് ഭയങ്കര പ്രശ്നമാണെന്നറിയാം. ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ അവിടെ നിങ്ങളെല്ലാവരും കണ്ടത് തന്നെയാണ്, എപ്പിസോഡുകളും കാര്യങ്ങളും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മളെല്ലാവരെയും വളരെ സേഫ് ആക്കിയിട്ടാണ് അവർ വീട്ടിലേക്കൊക്കെ എത്തിച്ചത്. വിഷ്ണു പ്രകാശ്, അനുപേട്ട ഹായ്, സുഖമാണ്. സുഖമാണ് വിഷ്ണു. അപ്പോൾ നമ്മളെല്ലാവരും വളരെ സേഫ് ആക്കിയിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് എത്തിച്ചത്. അതിൻ്റെ ക്രൂവും അതിൻ്റെ എല്ലാ ആൾക്കാരും. എൽദോ ചേട്ടാ ഹായ് 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 ഹായ്. എൽദോ ചേട്ടാ നമസ്കാരം. എൽദോ ചേട്ടാ എൻ്റെ ഇഷ്ടി എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആണ്. കവിത നായർ, ഹോപ്പ് യു ആർ ഫൈൻ. ഐ എം ഫൈൻ, ഐ എം ഡൂയിങ് ഫൈൻ. ഹൗ യു ആർ ഡൂയിങ്? ഐ ലവ് യു അനുപേട്ട, താങ്ക് യുടാ. ദീപ വി കെ ഡി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം ആദ്യം, അപ്പം നമ്മൾ തന്നെ എല്ലാവരെയും അവിടുന്ന് വളരെ സേഫ് ആക്കിയിട്ട് വീട്ടിലേക്ക് എത്തി. അതിൻ്റെ കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ച് നമ്മളുടെ കോവിഡ് ടെസ്റ്റ് ചെയ്ത്, കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആക്കിയതിന് ശേഷം വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് ഫ്ലൈറ്റിൽ പോലും നമ്മളെ എത്തിച്ചത്. നെടുമ്പാശ്ശേരി എത്തിച്ച്, നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട് വരെ എത്തിയത് നമ്മൾ ഒറ്റയ്ക്ക് എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ അതിൽ ഒരാളുടെ കയ്യിൽ നിന്നും അസുഖം വരാതിരിക്കാനുള്ള ഒരു 99.9% അവർ പ്രിക്കോഷൻ എടുത്തിട്ടാണ് അതിൻ്റെ ബിഗ് ബോസിൻ്റെ എല്ലാ ആൾക്കാരും നമ്മളോട് പെരുമാറിയത്. ഒരുപാട് സന്തോഷം, സ്നേഹം. അത് നമ്മളതിനെ 96 ദിവസം അതിൻ്റെ ഉള്ളിൽ ഇരുത്തി ആ ഒരു ഫിനാലെ വേദി വരെ എത്തിച്ച ഓരോരുത്തരോടും അതിന് നന്ദിയുണ്ട്. വോട്ട് ചെയ്ത, എലിമിനേഷനിൽ വരുമ്പോൾ വോട്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരോടും നന്ദിയുണ്ട്. എന്താ പറയുക, പുതിയൊരു കരിയറാണ് ഓപ്പണായിട്ട് കിട്ടിയത്. അതിൽ ഈ കാണുന്ന ഇതിലുള്ള നമ്മളെ ഞാൻ പേഴ്സണലി അറിയുന്ന എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രസാദ് വല്ലൂർ, ഹായ് പ്രസാദ്. ഹായ് പ്രസാദ്, സുഖമായിരിക്കുന്നു. അജിത് കുമാർ മലയത്ത്, സുജിത് ശിവശങ്കരൻ, നമസ്കാരം അനൂപ്. ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ്, വിജയാശംസകൾ. താങ്ക് യു സുജിത് സർ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ജയകൃഷ്ണൻ പി, ഹായ്. വിമൽ സാർ എന്താണ്? സുരേഷ് ഏട്ടാ, ബിഗ് ബോസ് കലക്കിയിട്ടാ.
നിങ്ങളൊക്കെ റിയൽ ലൈഫിൽ ബിഗ് ബോസ്മാരല്ലേ സുരേഷ് ഏട്ടാ എൻ്റെ. ദേവൻ കണ്ണ മാക്സിമം സപ്പോർട്ട്. താങ്ക്സ് കവിത നായർ. അഖിലേട്ടാ സീതാ കല്യാണത്തിന്റെ ഒരു ഹായ്. സീതാ കല്യാണം ഹായ് 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 ഹായ്. സുഖമായിരിക്കുന്നു എല്ലാവരും. സീതാ കല്യാണത്തിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നന്നായി പോട്ടെ. ഷജിത ഷാജി നന്ദി മാത്രം പൊറാട്ടയാ. നേമമുഖിം ഫൈൻ ഐ എം ഡൂയിങ് ഫൈൻ. പ്രജീഷ് പ്രമോദ് ബെസ്റ്റ് ഓഫ് ലക്ക് ചേട്ടാ കട്ടഫൻ. ഓ താങ്ക് യു സോ മച്ച്. താങ്ക് യു അനൂപ് ദ ക്യാപ്റ്റൻ. താങ്ക്സ് രതീഷ. താങ്ക് യു രതീഷ. സഫു വോട്ട് ഫോർ അനു. താങ്ക് യു. വോട്ട് ചെയ്യുക. നമുക്ക് ഈ വരുന്ന ശനിയാഴ്ച മെയ് 29 ശനിയാഴ്ച രാത്രി 12 മണി വരെയാണ് വോട്ടിംഗ് ഉള്ളത്, ബാക്കിയുള്ളത്. അപ്പോൾ ആ വോട്ടിംഗ് കൂടി ചെയ്യുക. നിങ്ങളുടെ വോട്ടിങ്ങിലാണ് ഓരോ ആൾക്കാർക്കും അതിൽ ആരാണോ വിന്നർ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ വോട്ടിങ്ങിലാണ്. അനുപേട്ട RJ ഷാനു ആണ്. പ്രോഗ്രാം കണ്ടിരുന്നു. വെൽ പ്ലേഡ് ചേട്ടാ. ഡെയിലി വോട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് RJ ഷാനു താങ്ക് യു. സീതാ കല്യാൺ ചേട്ടനെ മിസ് ചെയ്യ. രജിൻ രാജു ഹായ്. സുഖമാണോ രജിനെ? ബാലസുബ്രഹ്മണ്യം PK രജിസ്റ്റർ ടു വോട്ട്. ഓ ഷുവർ. സുദേവ് ഗോപി അനൂപ്. സുദേവ് നമസ്കാരം. എല്ലാവരെ കൊണ്ടും വോട്ട് ചെയ്യും. താങ്ക് യു. അങ്ങനെ വോട്ട് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. സജിത യു പ്ലേഡ് വെൽ ത്രൂ ഔട്ട്. കവിത നായർ. താങ്ക് യു സോ മച്ച്. വിഘ്നേഷ് വിനോദ് ഹായ് വിഘ്നേഷ്. അപ്പോ ബിഗ് ബോസ് അങ്ങനെ കണ്ടു എല്ലാരും. എന്താ പറയാ, ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്തതിനൊക്കെ. വിനീഷ് ശ്രീജിന സിനോജ് താങ്ക് യു. സുജിത്ത് യു പ്ലേഡ് റിയൽ. ശ്രീജിത്ത് അപ്പു നാട്ടിലുണ്ടാ? സീതാ കല്യാണം ചേട്ടാ ഇഷയെക്കുറിച്ച് പറയാ. പൊന്നു എല്ലാരോടും പറയുന്നുണ്ട് കല്യാൺ ചേട്ടന് വോട്ട് ചെയ്യണമെന്നാണാ. പൊന്നു എവിടെയാ? പൊന്നു രാജേഷ് മുതുതല. രാജേഷ് ചേട്ടാ നമസ്കാരം. അപ്പൊ ഇത് ഇങ്ങനൊരു ലൈവ് ഈ ഒരു സമയത്ത് വേറെ ഒന്നും വിചാരിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം ഇപ്പോ നമ്മളെല്ലാവരും വീട്ടിൽ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് അറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം അതിനെ പറ്റിയിട്ട്. ഇതിൻ്റെ എല്ലാ സീരിയസ്നെസ്സും അറിയാം. സ്റ്റിൽ നമ്മളതിനെ അത്രയും ദിവസം അവിടെ നിർത്തിയത് നിങ്ങളാണ്. അപ്പോൾ ഇതുവരെ ലൈവിലും വീഡിയോ ഒന്നും വരാതിരുന്നത് അത് ഇപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് വരാം എന്നുള്ളൊരു റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഒന്നും ദയവ് ചെയ്തിട്ട് വേറെ ഒന്നും വിചാരിക്കും. സുനിലേട്ടാ സുഖമായിരിക്കണം. തുടർന്നും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. വിജയ് നായർ വെല്ലിച്ചോ. അശ്വതി അരുൺ അബി ഹായ്. ഹായ്. ജിത്തുമോൻ ഹായ് മുത്തേ. അറിയോ നീ പൊളിയാട പൊന്നെ. ഓടോ ജിത്തു മേനോൻ. സുരേഷ് ഏട്ടൻ അജഗജാന്തരം എത്രയും പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കൊറോണയുടെ ഈ പ്രോബ്ലംസ് എല്ലാം മാറട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അത് മാറി തിയേറ്ററിലൊക്കെ വന്ന് അജഗജാന്തരം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കാരണം അതൊരു ഗംഭീര ഫെസ്റ്റിവൽ മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ കണ്ടിട്ട് ആസ്വദിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ശരിയാവട്ടെ എത്രയും പെട്ടെന്ന്. ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. അതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. സന്ദീപ് കടം ഹായ് സന്ദീപ്. ഹൗ ആർ യു? ഹൗ ഇസ് മുംബൈ? യുവർ ഗൈസ് ആൻഡ് എവ്രിവൺ. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് Mumbai? How's the corona over there? Gabina Korean. Priya Vishan ചേച്ചി all the best Anuba. Thank you. ശ്രീ ചേച്ചി നിങ്ങളൊക്കെ തെരഞ്ഞുകൊണ്ടിരുന്ന സണ്ണിയേട്ടന്റെ വൈഫ് ഇവിടെ ലൈവിലുണ്ട് കേട്ടോ. പ്രിയ വിശ്വനാഥ് ലൈവിലായിട്ട് വന്നിരിക്കുന്നുണ്ട്. സണ്ണി ചേട്ടൻ്റെ ശ്രീ ചേച്ചി, ഞങ്ങളുടെ ശ്രീ ചേച്ചിയാണ് പ്രിയ വിശ്വനാഥ്. അതേ ഇവിടെ ഉണ്ട് ലൈവില്. സോറി. സുജിത്ത് നേരത്തെ കണ്ണൂർ എന്നാണ് വായിച്ചത്. കണ്ണന്നൂരാണ്. ഓ അത് ശരി. മോളും ഞങ്ങളും താങ്കളും ഒരുപാട്
ഓ അത് ശരി, കണ്ണന്നൂരാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷം. ഷെലീൽ അസീസ്, താങ്ക് യു. കിഷോർ കിച്ചു, സുരേഷ് കെ എസ്, ലാലേട്ടന് സുഖം. ലാലേട്ടൻ അത് ഗംഭീര എക്സ്പീരിയൻസ് കേട്ടോ. മീനുട്ടി മീനാക്ഷി എസ്, ക്ഷീണിച്ചു കേട്ടോ, ഫുഡ് നന്നായി കഴിക്കാൻ കേട്ടോ. ആണോ, ക്ഷീണിച്ചിട്ടുണ്ടോ? നല്ലതല്ലേ. ശ്രീനാഥ് പല്ലൊലി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡിയർ, താങ്ക് യു. വിഘ്നേഷ് വിനേത്, ഹായ് അനുപേട്ട. ഹായ് വിഘ്നേഷ്. അഖിൽ ചാല, ബാലസുബ്രഹ്മണ്യം പി കെ, ഹായ് അനൂപ്. ഐ ലൈക്ക് യുവർ ഗെയിംസ്, വെൽ പ്ലേഡ്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. പ്രജിത്ത് ചെറുകോട്, ജയേട്ടാ ഹായ് 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 ജയേട്ടാ, ഞാൻ വിളിക്കാം ജയേട്ടാ. ജയേട്ടനെ വിളിക്കണ്ടേ. ലാലേട്ടൻ താങ്കളുടെ സ്വന്തം ആളായല്ലോ. ദൈവമേ, നമ്മൾ ലാലേട്ടൻ്റെ ആൾക്കാരല്ലേ. സുമിഷ സുനിൽ, ഹൗ ഇസ് യു ഫീൽ നൗ? ഇറ്റ്സ് ഓസം, ഇറ്റ്സ് ഓസം, ജസ്റ്റ് സിംപ്ലി ഓസം. I don't know how can I explain that. Ashwati Shamkumar, hi Ashwati. Ridesh Chandran, Ridesh, super performance in Tarzan BB. Thank you so much Vignesh. Jittu Mena, day mama. Nade. Surya Madhav Narayanan, hi, hello. Babisha, എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടാ. ചേട്ടന് ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പ്രോഗ്രാം കണ്ടപ്പോൾ ആണ് മനസ്സിലായത്. ഷംനാസ് ഷാൻകാർ. അതില് നമ്മുടെ ലാലേട്ടൻ ഏറ്റവും നല്ലൊരു ഉത്തരം പറയില്ലേ, ദേഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് സമയം മാത്രം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമുക്കങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അതങ്ങനെ ഇരിക്കട്ടെ. ദ ബാഹുബലി ഓഫ് ദ ബിഗ് ബോസ്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് ഇനി. ശിവരഞ്ജിനി, ഓയ്. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു വാട്സാപ്പിൽ. ആഹാ, അത് ശരി. കുറേ മെസ്സേജ് കിടക്കുന്നുണ്ടാക്കില്ലേ. അജ്ഞാത കാമുകിയെ കാളിയാർന്നോ? അലക്സ് വർഗീസ്. അജ്ഞാത കാമുകിയെ കാളിയാർന്നോ? പിന്നെ ഡാ യതീഷ് ഒഡേസ, വല്യേട്ടാ. അൻഷാദ് അലിയോ, സുനിത് സുകുമാരൻ, കിഷോർ കിച്ചു, അനുപേട്ട എന്ന പരിധിയിലേക്ക് വരാം. എത്രയും പെട്ടെന്ന് തന്നെ വരാല്ലേ. പ്രവീൺ MC, നീ ഓർവാ. രാധിക നാരായണൻ, ഹായ്. മഞ്ജിഷ, ഹായ് ചേട്ടാ. ഇഷ ചേച്ചിക്കുള്ള ബർത്ത്ഡേ വിഷസ് പൊളിയായിരുന്നു കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. ആ ബർത്ത്ഡേ വിഷസ്, ഞാൻ അങ്ങനെ ബർത്ത്ഡേ വിഷസും കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസ് കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. ഇത് മണിക്കൂട്ടനും സായിയും കൂടിയിട്ട് പ്ലാൻ ചെയ്താണ് അവിടെ. പിന്നെ അവരെന്നെ എന്തൊക്കെയോ കൂടി എക്സിക്യൂട്ട് ചെയ്തതാണ് സംഭവം. അപ്പം അതിന് കുറച്ച് വീടുകളൊക്കെ വന്നേ ഉള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് അവർക്കുള്ളതാണ്. ദിനേശ് നായർ, അനുപേട്ട മിസ്സിങ് യുവർ സിംഗം സ്റ്റൈൽ മീശ, സെക്യൂരിറ്റി ഒരു രക്ഷ. എന്ത്, നമുക്കിനി കുറേ ഗംഭീര സംഭവങ്ങളൊക്കെ സ്ക്രീനിൽ കാണാൻ പ്രതീക്ഷിക്കാം. ആദ്യം ഈ കൊറോണയൊക്കെ ഒന്ന് മാറട്ടെ. സുനിത് സുകുമാരൻ, അനുപേട്ട ഒരു ഹായ് തരുമോ? നിനക്ക് ഹായ് ഇല്ലടാ, നീ പോ. ബഷീർ പട്ടാമ്പി, ഹായ്. ശ്രീകാന്ത്, ഹായ് ശ്രീകാന്ത്. ബഷീറെ സുഖാണടാ. ശ്രീകാന്ത് സുഖാണ്. സുനിത്, അനുപേട്ടൻ്റെ ഇപ്പോഴത്തെ ലുക്ക് പൊളി. അതെ കറക്റ്റാ. ഉഷാറായി കളിച്ചിരുന്നു. 96 ഡേയ്സ് ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം യു വോണ്ട് ദ ബിഗ് ബോസ് എന്ന് തന്നെയാണ്. അഭിജിത്ത്, ഓഫ് കോഴ്സ് അഭിജിത്ത്, അത് തന്നെയാണ്. സുനിൽ വാഴപ്പള്ളി, ഹലോ. അങ്ങനെ എന്നെപ്പറ്റി 4 വാക്ക് പൊക്കി പറഞ്ഞു. എന്നെ പൊക്കി പറയാം. ഈ ശ്രീകാന്ത് വളരെ ഒരു വലിയ നല്ല മനുഷ്യനും വളരെ എത്ര പേരടാ. സീതാ കല്യാണം, ഷെയെക്കുറിച്ച് പറ. ഷെയെ കുറിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഷെയെ കാണാൻ സാധിക്കട്ടെ. അരുൺ ശങ്കർ, കുയ്. രാധിക നാരായണൻ ഇസ് വാച്ചിങ്. മനീഷ ശങ്കർ, മിഥുൻ രവി, ഹായ്. ഷംനാസ്
ചേട്ടൻ്റെ ഗെയിമിലെടുത്ത തന്ത്രങ്ങൾ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട, എനിക്ക് മാത്രം ഒന്ന് പറഞ്ഞു തരുമോ? അതെന്താ അറിയോ, ഈ സത്യം പറഞ്ഞാൽ അതിലൊരു തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഈ അതല്ലേ. ഹായ് ചേട്ടാ, ആരാണെന്ന് പറയാമോ? ആരാത്? പ്രഭിത മോഹനൻ ചേച്ചി, പബി. ഡിയർ അനൂപ്, നീ ബിഗ് ബോസിൽ ഉണ്ടാക്കിയ ഓളം അതൊരു ഭയങ്കര മനോഹരമായിരുന്നു. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു സോ മച്ച് രതീഷ്, താങ്ക് യു സോ മച്ച്. കിഷോർ കിച്ചു, താങ്ക് യു. വാട്സാപ്പിൽ ഗ്രൂപ്പിൽ വരുമോ? പോയി. മാളു ഹിയർ, മാളു ഷജിത, മാളു 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 നിമേഷ്. അനുപേട്ട ഇനി എന്നാ കാണാ, നീര് വാട നിന്ന്. രമാരാജു ചേച്ചി. ശ്രീജിന സിനോജ്, ചുമ്മാ ഇരിക്കടാ. അല്ലല്ല, ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കില്ലേ. മാസ് ലുക്ക് ഇത് ഈ മാസത്തെ ലുക്കാണ്, ഇത് മാസ് ലുക്കൊന്നല്ല. ഇത് കഴിഞ്ഞു വന്ന മാസത്തെ ലുക്കാണ് ഇത്. ഇതൊന്ന് ശരിയാക്കണമെന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുക. പിന്നെ ഗ്രാൻഡ് ഫിനാലെ അല്ലേ, അപ്പൊ ഗ്രാൻഡ് ഫിനാലെയൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് എങ്ങനെ എഫക്റ്റഡ് ആയി കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർക്ക് കൂടി കൊടുക്കാൻ ഉള്ള അവസ്ഥയൊന്നും വരുത്തണ്ട. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുക നല്ലത്. രസം റെസിപ്പി പറഞ്ഞു തരുമോ? രസം ഞാനുണ്ടാക്കിയതല്ല, അത് നോബിച്ചേട്ടൻ ഉണ്ടാക്കിയതാ. മൂപ്പര് ഭയങ്കര എക്സ്പെർട്ടാ രസം ഉണ്ടാക്കാൻ. വത്സല മലയത്തോ? ഞാൻ അറിയാലോ വത്സല മലയത്ത്. എനിക്കറിയാം. ഹായ് അനു, ഞങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ട് കേട്ടോ. ആഹാ, താങ്ക് യു. അനീഷ്, ഹായ് അനീഷ്, സുഖാണോ? നമുക്ക് ബിഗ് സ്ക്രീനിൽ കയറണം കേട്ടാ, ഉറപ്പായിട്ടും കയറണം, എന്തായാലും കയറാം. നമുക്ക് ആദ്യം ഈ കൊറോണയൊക്കെ ഒന്ന് മാറിക്കോട്ടെ. ഷിബ്ല തങ്കച്ചൻ, ഷിബ്ല ഹായ്. ഷിബ്ല ഹായ് ഹായ് ഹായ്. കാനവില്ലയിലെ ഗാർഡ് സൂപ്പർ ആയിരുന്നു, താങ്ക് യു. സണ്ണിയേട്ടാ. പാർവതി സോമൻ, സൗണ്ട് കുറവാണ്. ഇപ്പൊ കുറവാണോ? വല്യമ്മ. നയന വിജയരാഘവൻ, നൈസ് പെർഫോമൻസ്, പ്ലേഡ് വെൽ, വിഷ് യു that you will come in top 5. Our prayers always with you. Thank you so much നയന വിജയരാഘവൻ. കേട്ടോ, എനിക്ക് വാട്സാപ്പിൽ അയച്ച മെസ്സേജിന് റിപ്ലൈ തരണേ. ഉറപ്പായിട്ടും. ധരുൺ നമ്പ്യാർ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ വീട്ടിൽ നിന്നും ദിവസം 250 വോട്ട് അനൂപിന് ചെയ്യുന്നുണ്ട്. അത് പൊളിച്ചു, അതെനിക്ക് ഇഷ്ടായി കേട്ടോ. ബിജു രാധാകൃഷ്ണൻ, ദീപ അൻപു ചേട്ടന് സുഖാണോ? അനൂപ് മാമേ, ആരാത്? ആണോ? രേഖ ആനന്ദ്, ശ്രീകാല, സുനിത് സുകുമാരൻ. ഒരു ഹായ് തരുമോ ചേട്ടാ? ഭരിത പ്രതാപ്. ഹായ് ഭരിത. ചേട്ടാ, അവിടെ ഉറങ്ങുമ്പോ ഉള്ള വെടിയൊച്ച കേൾക്കുമ്പോ ഉള്ള എക്സ്പ്രഷൻസ് കിടുവായിരുന്നു. അതൊക്കെ എന്ത്. അഫ്സൽ കാസിസ്, ചേട്ടാ മണിക്കുട്ടൻ വോട്ടിങ്ങിൽ സഹോദരങ്ങൾ അവിടെ എല്ലാരും താഴെയുണ്ട്. പ്രിയ കൃഷ്ണൻ, ബെസ്റ്റ് വിഷസ് സാനു, താങ്ക് യു സാനു. എന്തോ പുതിയ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കിയല്ലോ, എന്തോ മക്കളെ അതിന്റെ പേരെന്തുവാന്നോ? ചേനത്തണ്ട് പുഴുങ്ങിയത്. ഉണ്ടുണ്ടേ. മച്ചാനെ, ഹീറോ ജോൺ ബ്രോ, മച്ചാൻ എങ്ക ഇരിക്കങ്ക? സുഖം. ശ്രീജിത ഹരീഷ്, സുഖമായിരിക്കുന്നു. വിഷ്ണു വിശ്വനാഥ്, മാസ് പെർഫോമൻസ് ബിഗ് ബോസ് സീസൺ 3 അനുപേട്ടോ. താങ്ക് യു സോ മച്ച് വിഷ്ണു. സ്വാമി ശരണം അയ്യപ്പ. തിരുമേനി നമസ്കാരം. ശരണം അയ്യപ്പ. സുഖായിരിക്കുന്നു തിരുമേനി? പ്രജിത് വിശ്വനാഥൻ, എന്താണ് ഭായ് സുഖല്ലേ? പിന്നെ അല്ല, നിങ്ങളൊക്കെ എവിടെ പൊളിക്കല്ലേ നിങ്ങള് മൊത്തം.
ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലസ് യു. വല്യമ്മ, താങ്ക് യു വല്യമ്മ. അച്ഛൻ പോസ്റ്റ് എഗ് പോസ്റ്റ് എഗ് ഇനി നന്നായി ഉണ്ടാക്കാൻ പഠിച്ചിട്ട് ഒക്കെ ചെയ്യുള്ളൂ. ഹായ് അനൂപ്, നല്ലൊരു വ്യക്തിയാണെന്ന് തെളിയിച്ചു. കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും. ശ്രുതി നൊച്ചിക്കാരൻ, വിജയം അനൂപിനാവണമെന്ന് പറഞ്ഞു. താങ്ക് യു ശ്രുതി, താങ്ക് യു ശ്രുതി. സീതാ കല്യാണം സീരിയലിൽ വരുന്നില്ലേ? ഇനി ചിലപ്പോഴേ ഉണ്ടാവുള്ളൂ സീതാ കല്യാണത്തില്. സണ്ണിയേട്ടാ, താങ്ക് യു സോ മച്ച് സണ്ണിയേട്ടാ. സണ്ണിയേട്ടനാണല്ലോ ഇതിനൊക്കെ കാരണം സണ്ണിയേട്ടനാ. ഇതില് സണ്ണി വിശ്വനാഥ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റേ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ട്. ഈ മനുഷ്യനാണ് ഞാൻ ഇങ്ങനെ ആവാൻ കാരണം. ബിഗ് ബോസ് ഹൗസിലെ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അനൂപാണ്. താങ്ക് യു സോ മച്ച്. റിച്ചു കൃഷ്ണൻ, ഹായ് റിച്ചു. സുഖമാണ് റിച്ചു. മീ ആൻഡ് മൈ ഫാമിലി സപ്പോർട്ട്. അപർണ അപ്പൂസ്, ഓൾ ദ ബെസ്റ്റ്. കട്ട സപ്പോർട്ട് ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. വിജിത വിക്രമൻ, മുത്തേ വന്നിരിക്കുക അവള്. ഉപ്പുമാവിന്റെ റെസിപ്പി ഒന്ന് പറയണം കേട്ടോ. മായ രാഹുൽ, ഉറപ്പായിട്ടും പറഞ്ഞുതരാം മായ. എന്നാ പരിദൂർക്ക് വരണേ? വരാൻ പെട്ടെന്ന് വരണ്ടാവും. കൊറോണയുടെ ഒക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ടേ പുറത്തിറങ്ങുള്ളൂ. അബ്ദുൽ മുത്തലീഫ്, മദീനേ 110 പേര്. ശരി, 110 പേരില്ല. അങ്ങനെ ചിന്തിച്ചു നോക്കിയേ. 110 പേരേ ഉള്ളൂ എന്നല്ല, 110 ആൾക്കാരുണ്ട്. ഈ കൊറോണ സമയത്ത് ഞാൻ അയക്കുന്ന ഒരു വീഡിയോ കാണാൻ 110 ആൾക്കാരുണ്ടാകുമായിരുന്നു. ഭയങ്കര സംഭവമല്ലേ. ഷംല ഷാഫി, ഹായ് ഷംല, സുഖമാണോ ഷംല? കുറേ കാലമായി ഷംലയുടെ മെസ്സേജുകളൊക്കെ കണ്ടിട്ട് കേട്ടോ. സുഖമായിരിക്കുന്നോ? മിഥുൻ രാഗമാലിക, മിഥുനെ സുഖം. രജിൻ അനുപേട്ട, ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴാണ്? 8 മണിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വന്നിരിക്കും. അഖിലേഷ് ഇവിടെ ഉണ്ട്. അഖിലേഷ് ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് നിൽക്കണ്ട അഖിലേഷ്. കാവ്യസ്മന്, റിച്ചു കൃഷ്ണൻ, വെഡിങ് വിളിക്കാം. പിന്നെന്താ, ഉറപ്പായിട്ടും. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് മാറട്ടെ. നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് തൽക്കാലം അസുഖം നമുക്ക് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറെ ആർക്കും വരാതിരിക്കുക. മോനെ തിരുമ്പി വന്നിട്ടേണ്ട പ്രജീഷ്, തിരുമ്പി വന്നിട്ടേണ്ട. വിഷ്ണു ആർ കുറുപ്പ്, അനൂപ് ചേട്ടാ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് സീതാ കല്യാണം. വിഷ്ണു, ഓർമ്മയുണ്ട്. ചിത്രാഞ്ജലിയിൽ വെച്ചിട്ട്. റജിൻ രാജു, ഗീത നിഖിൽ, അനൂപേട്ടോ, ഓയ്. അഖിലേഷ് ബ്രോ എവിടെ? അഖിലേഷ് ഏട്ടന് ഇവിടെ ഷർട്ടൊന്നും ഇടാണ്ട് നിൽക്കുക. കാണിച്ചെണ്ണ. അനൂപേട്ടൻ സീനാണ്. ഞാനെന്ത് സീനാണ്? അനുപേട്ട ഒരു ഹായ് തരുമോ? അൽതാഫ് യൂസഫ്, ഹായ്. ഗോപി കൃഷ്ണൻ ബിജു, അനുപേട്ട ബിഗ് ബോസിൽ വെച്ച് ചിരിക്കുന്ന ചിരി ഒന്ന് ചിരിക്കുമോ? ബിഗ് ബോസിൽ വെച്ച് ചിരിക്കുന്ന ഏത് ചിരിയാ? അതങ്ങനെ ആ സമയത്ത് വന്നുപോയ ചിരിയായിരിക്കും. ചേട്ടന് ജാടാണല്ലേ, എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് ഞാൻ അനൂപ് കൃഷ്ണൻ അനുകിൽ FC എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പേരെന്തായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജാടൊന്നുമില്ലൂ. പ്രൗഡ് ഓഫ് യു ലിറ്റിൽ ബ്രദർ. താങ്ക് യു ബിഗ് ബ്രദർ. ജയൻ കൃഷ്ണൻ, ഹായ്. ധന്യമേരി, സീതത്തിലുണ്ട് കേട്ടോ. വേണി പൊക്കിക്കോ വന്നിട്ട്. ബിഗ് ബോസിനെ കുറിച്ച് പറ, അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. അത് കലക്കി. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗംഭീര സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കിട്ടിയിട്ടുള്ളതിലെ ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ മലയാളം വേർഷനിൽ ഇരുന്ന് കാണാൻ പറ്റുക. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥ, അടുത്ത മൊമെന്റിൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ നെക്സ്റ്റ് മൊമെന്റ് ചിലപ്പോൾ എന്തും സംഭവിക്കാം. എന്തെങ്കിലും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഗെയിമിലേക്കോ ടാസ്കിലേക്കോ ഒക്കെ വരാൻ പറ്റും. നമുക്ക് ഒന്നും അറിയില്ല നമുക്കവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർക്ക് അത് കാണുമ്പോൾ, ഇപ്പോൾ ഞാൻ മുമ്പൊക്കെ ഈ എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് തരുമോ എന്നൊക്കെ. ധന്യമേരി വർഗീസ്, നിനക്ക് ആയില്ല ചക്കരെ.
അപ്പോൾ ഫ്രെയിം ഉണ്ടോ അങ്ങനെയൊക്കെ. ഇതൊരു സ്ക്രിപ്റ്റ് ഇല്ല, ഒരു ഫ്രെയിം ഇല്ല, ഒന്നുമില്ല. അതായത് അവിടെയുള്ള ആ 24 എത്രയാണോ അത്രയും ദിവസം ഉള്ളത് മുഴുവൻ അച്ഛനൊക്കെ ഹലോ അടിച്ചിരിക്കുന്നു. ഹായ്, ഉണ്ണികൃഷ്ണൻ കെ, നമസ്കാരം. ഉണ്ണികൃഷ്ണൻ കെ എൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇറ്റ്സ് എ കംപ്ലീറ്റ് റിയാലിറ്റി ഷോ. പിന്നെ വാട്ട് എവർ ഹാപ്പൻസ്, ആ ടാഗ് ലൈൻ പറയുന്ന പോലെ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്നുള്ളത് തന്നെയാണ് അവിടെ. നമുക്ക് പുറമെ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടും യാതൊരുവിധ ഐഡിയാസും തരില്ല, അല്ലെങ്കിൽ അസുഖം ഇത്ര പ്രശ്നമാണെന്ന് ഒന്നും വരില്ല. പുറമേ നിന്നൊരു കണക്ഷനും ഇല്ല. നമുക്ക് അവിടെ ഒരു ഭക്ഷണം വരുന്നുണ്ടെങ്കിൽ പോലും അതിനെ പ്രോപ്പറായി സാനിറ്റൈസ് ചെയ്ത് കൃത്യമായിട്ട് അവര് തന്നെ സെറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങളായിരുന്നു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവിടെ. ഗംഭീരായിരുന്നു. ഈ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതന്നെ, അതിലെന്താണോ നടന്നത് അതന്നെയാണ് അവിടെ. ദ റിയൽ റിയാലിറ്റി ഷോ ബിഗ് ബോസ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഓരോരോ ടാസ്കുകളിലൂടെ കടന്നു പോകുന്ന സീനുകളും ബാക്കി എല്ലാതും ഓരോരുത്തർക്കും ഇഷ്ടമായി, ടാസ്കുകളൊക്കെ ഇഷ്ടമായി, സീസൺ ഇഷ്ടമായി എന്നൊക്കെ പുറത്ത് വന്നതിൻ്റെ ശേഷം അറിയാൻ കഴിഞ്ഞു. അതിലൊരുപാട് സന്തോഷം. എന്താ പറയുക, ബാക്കിയൊക്കെ എങ്ങനെയാണ് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഫോർമലായി പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും അറിയില്ല അങ്ങനെ ഫോർമലായിട്ട് പറയും. അനുവേട്ട എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റ്. പിന്നെന്താ ചേട്ടാ, ഞാൻ വിസ്മയ, ചേട്ടൻ ഇൻസ്റ്റയിൽ. വിസ്മയ നമസ്കാരം. ഈ ഷോ കാണിക്കാൻ കൂടിയ 1000 അല്ല, ചങ്ക് പതിച്ച് കൂടെ എന്ന 100 പവർ. പിന്നല്ല, നമുക്കങ്ങനെ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നേ. നമ്മൾ നല്ലത് ചെയ്യുക, കർമ്മം നന്നാക്കി കഴിഞ്ഞാൽ എല്ലാതും വരും, അത്രയേ ഉള്ളൂ. അനു, വിഷ്ണു നാരായണൻ പട്ടാമ്പിയിൽ എത്തിയോ? ഞാൻ വീട്ടിലുണ്ട്. ഹൗ ഇസ് ദ എക്സ്പീരിയൻസ് വിത്ത് ലാലേട്ടൻ? എക്സ്പീരിയൻസ് വിത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്വപ്നമാണ് എന്നുള്ള രീതിയിലാണ്. ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളും ഒരു സ്വപ്നമായിട്ട് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം ഗംഭീരമാണ്. ഹീ ഈസ് സച്ച് എ വണ്ടർഫുൾ ലെജൻഡ്, സച്ച് എ ഹ്യൂമൻ ബീങ്. ഒന്നും പറയില്ല. ഈ ലെജൻഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റില്ല. അത് ചില ആൾക്കാരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് അബ്സല്യൂട്ട്ലി ലാലേട്ടൻ ഈസ് എ ലെജൻഡ്, അതിലൊന്നും പറയാനില്ല. നമ്മളൊരു വഴക്ക് പറയുകയാണെങ്കിലോ, നമ്മളോട് സ്നേഹത്തോടൊരു കാര്യം പറയുകയാണെങ്കിലോ, നമ്മളോടൊരു തമാശ പറയുകയാണെങ്കിലോ ഒക്കെ അതിലൊരു അറിയില്ല, അത് ലാലേട്ടൻ്റെതായിട്ടുള്ളൊരു അതിലെല്ലാം ഉണ്ട്. അതിലൊരു ലാലേട്ടൻ എല്ലാതിലുണ്ട്. അത് നമുക്കത് ഡിഫൈൻ ചെയ്യാത്ത വലിയൊരു സംഭവമാണ് ശരിക്കും, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അതിനെ എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്കറിയില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഗംഭീരാണ്. വെറുതെ അല്ല, 10-40 കൊല്ലത്തോളമായിട്ട്, ഇത്രയും വർഷത്തോളമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു ഇറ്റ്സ് എ മാജിക്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് എ മാജിക്. അറിയില്ല. സജീഷ് ശങ്കർ ഇവിടെ വായോ? സജീഷ് ശങ്കർ വരും. ഷംല ഷാഫി, യാസീൻ നീസെ, അനൂപ് സുഖമാണ് യാസീൻ. എന്താ വിനു, KRKT വിനു, എന്താ ഒരു ലോഗ്യവും ഇല്ലാത്ത ആൾ? വിനു എന്താ ലോഗ്യം ഉണ്ടല്ലോ. ഐ ആം വെയിറ്റിംഗ് ടു സി യു. ആഘോഷ് കാണാടാ. സജി ശങ്കർ, ചാച്ചു, BB എപ്പിസോഡ്സ് കണ്ടു നോക്കിയോ? എന്ത് തോന്നി? ടു ബി ഫ്രാങ്ക്, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എപ്പിസോഡുകളൊന്നും. കാണാം. ഈ പറഞ്ഞ പോലെ കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇപ്പോൾ മാത്രമാണ് പുറത്ത് ഇങ്ങനെ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ അല്ലെങ്കിൽ വോട്ടിംഗ് സെഷൻ കഴിയട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. നായർ സാറും ഒരു ഭാഗമല്ലേ സണ്ണിയേട്ടനെ പോലെ? പിന്നെ ഉറപ്പായിട്ടും അതെ. രഞ്ജിത്ത്, രവി മേനോൻ, സായി അനു, താങ്ക് യു രഞ്ജിത്ത്, താങ്ക് യു സോ മച്ച് ഡിയർ. ദുർഗാലക്ഷ്മി, അന്ന് ചേട്ടൻ ഉണ്ടാക്കിയ സിൽവർ ഫോയിൽ പീക്കോക്ക് ലാലേട്ടൻ വാങ്ങിയില്ലേ? ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, ഡിസ്ക്രൈബ് ചെയ്യാൻ വേർഡ്സ് ഇല്ല.
ദുർഗാലക്ഷ്മി, ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു വേർഡ്സും ഇല്ലല്ലോ. അപ്പൊ എന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. ഉള്ള കിളി പണ്ടേ പോയതാണ്. പിന്നെ എപ്പോ എന്തെങ്കിലും കിളി ഉണ്ടെങ്കിൽ അതൊക്കെയും വീണ്ടും എവിടേക്കൊക്കെയോ പറന്നു പോയൊരവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അത് ലാലേട്ടന്റെ കയ്യിൽ ആ ഒരു സാധനം ഇരിക്കുന്നുണ്ട്. അപ്പോ ട്രൂലി ബ്ലസ്ഡ് എന്ന് പറയില്ലേ. അനു ചക്കരയെ, അനു ചക്കരയെ സേട്ട വളർമതി ഫാൻ സപ്പോർട്ട് ഫ്രം തമിഴ്നാട്. ആഹാ, വളർമതി ஃபேன் சப்போர்ட்டர் ஃப்ரம் தமிழ்நாடு. நீங்க எப்படி இருக்கீங்க? நான் நல்லா தான் இருக்கேன். വളർമതി എപ്പോ ഇരിക്കീങ്ക? അനൂപിന്റെ ബിഗ് ബോസ് പരിപാടി നന്നായിരുന്നു. ബിസി രാജൻ, താങ്ക് യു സോ മച്ച് ബിസി മദൻ. അനുപേട്ട ബിഗ് ബോസ് മിസ് ചെയ്യുന്നു. നിഷ ആലൂർ, പിന്നെ ഉറപ്പായിട്ട് ബിഗ് ബോസ് മിസ് ചെയ്യുന്നുണ്ട്. ആ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇറങ്ങേണ്ടി വന്നതാ. പക്ഷെ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ വീട്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടുതൽ ആ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ബീന ബാലേന്ദ്രൻ, ഹായ് അനു, വിന്നർ ആവാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് വീണ മാഡം. അപ്പോട്ടാ ഹായ് ചേട്ടാന്ന് സനി ചേട്ടൻ. ഹായ് ചേട്ടാന്ന് അപ്പോട്ടൻ. സീതാ കല്യാണം സീരിയൽ കോമ്പിനേഷൻ ഉണ്ടോ? കുട്ടമണി, അനുപേട്ട ഇന്ന് 8750 വോട്ട് ചെയ്തു, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അല്ല, പൊളിച്ചടക്കം കിടക്കും. പ്രിയ രാജേഷ് ഫ്രം ഭിലാൽ ഛത്തീസ്ഗഡ്. ആഹാ. ജോബിൻ ജോസഫ്, വെറുത്ത് വെറുത്ത് ഇഷ്ടമായ മുതൽ. ആഹാ, അത് കൊള്ളാലോ, നല്ല സാധനങ്ങളോ. വെറുത്ത് വെറുത്ത് ഇഷ്ടമായ മുതൽ. ഇത് മറ്റേ ഇതിൽ പറയുന്ന സിനിമയിൽ പറയുന്ന ഡയലോഗല്ലേ, നമ്മുടെ മമ്മൂക്കാട പടത്തില് ഭാനുപ്രിയ മേഡം പറഞ്ഞ ഡയലോഗല്ലേ, വെറുത്ത് വെറുത്ത് അവസാനം കുട്ടിശങ്കരനോട് എനിക്ക് ഇഷ്ടമായി എന്നുള്ളത്. അതാണ്. ബിസി രാജൻ, ഞാൻ അശ്വതി മോഹനന്റെ അമ്മയാണ്. ആഹാ, ആ അമ്മ, നമസ്കാരം നമസ്കാരം. ഷൊറോണ മനീഷ്, അനുപേട്ട സുഖമാണ് ഷൊറോണ, സുഖമാണ്. അദ്വിക് പ്രതീഷ്, സുഖമായിരിക്കുന്നു അദ്വിഷ്. അജിത് പാപ്പച്ചൻ, ഹായ് ചേട്ടാ, ബിഗ് ബോസ് കാണുന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്തു കേട്ടോ, ഫുൾ സപ്പോർട്ട്. താങ്ക് യു അജിത്, താങ്ക് യു സോ മച്ച്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഇപ്പോൾ 8 മണിക്ക് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ ഒരു ലൈവ് വരുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫേസ്ബുക്കിൽ എല്ലാ സുഹൃത്തുക്കളും ഈ ശനിയാഴ്ച രാത്രി വരെയാണ് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുള്ളത്. വോട്ട് ചെയ്യാൻ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ. അനുപേട്ട, ലൈക്ക് യുവർ പെർഫോമൻസ് വെരി മച്ച്, നമ്മുടെ വോട്ടുണ്ട്. താങ്ക് യു നിഖിൽ, താങ്ക് യു സോ മച്ച്. റൂപി മോനിഷ്, ഹായ് 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 ഹായ്. വിനിത, ഹായ് ഹായ്. ടെൻഷൻ ഉണ്ടോ? എന്തിന്? ഒരു ദിൽഷ അഹമ്മദ്, ഒരു ടെൻഷനും ഇല്ല, സത്യം പറയാം, ഒരു ടെൻഷനും ഇല്ല. നമ്മളവിടെ ഏറ്റവും നന്നായിട്ട് തന്നെ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ ആൾക്കാരും ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഈക്വലി നല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് അതിലുള്ള ഈ ടോപ്പ് 8 എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ടെൻഷൻ ഒന്നുമില്ല. ഇതിൽ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആരാണോ അവർക്ക് കിട്ടട്ടെ. ആ ടാസ്കുകളിൽ ആദ്യത്തെ ടാസ്ക് മുതൽ നമ്മൾ ചെയ്ത അവസാനത്തെ ടാസ്ക് വരെ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അത് കണ്ട് ഇഷ്ടമാകുന്ന ആൾക്കാർ അതിനനുസരിച്ചിട്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യട്ടെ. അതല്ല, ഓരോരുത്തർക്കും ഓരോരോ ആൾക്കാരോടും ഇഷ്ടം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എന്നെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരില്ലേ ഇതിൽ, അതുപോലെ ഓരോരുത്തർക്കും ഓരോ ആൾക്കാർ ഇഷ്ടം ഉണ്ടാവില്ലേ, അവരൊക്കെ വോട്ട് ചെയ്യുക. ഈ വോട്ടിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യാനുള്ള സമയം ഈ വരുന്ന ശനിയാഴ്ച രാത്രി 12 മണി വരെ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് വോട്ട് ചെയ്യാൻ മാക്സിമം. ആർക്കും ഒന്നും ഈ അസുഖം ഒന്നും ഇനി പടരാതിരിക്കട്ടെ. ഇതുവരെയുള്ള ആൾക്കാർക്കൊക്കെ, വന്ന ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരു ദൂഷ്യഫലങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ. ഞാനത് അനുഭവിച്ച ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കൊറോണ എന്ന് പറയുന്ന അസുഖം നമ്മുടെ ലോകത്ത് നിന്ന് മാറ്റിയെടുക്കട്ടെ, മാറട്ടെ, മുഴുവനായിട്ട് തുടച്ചു നീക്കാൻ പറ്റട്ടെ. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു ദിവസേ വളർമതി നല്ല ഇരിക്കാൻ, താങ്ക്സ്, ഹൗസ് യുവർ ഓവറോൾ എക്സ്പീരിയൻസ്. ഓ, ലൈവ് കഴിഞ്ഞോ വിഷ്ണുപ്രിയ? നീ ഇപ്പോഴാണ് വരുന്നത്? ഞാൻ അവിടെ ഈ
നമുക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ പറയാ, ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നേ. അപ്പൊ ആ മോർണിംഗ് ടാസ്കിൽ നിങ്ങളുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്ന് തലേ ദിവസം രാത്രി നിങ്ങൾ കണ്ടിട്ടുള്ള സ്വപ്നം എന്താണ്, അത് വിവരിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു മോർണിംഗ് ടാസ്ക് ആക്ടിവിറ്റി ആയിരുന്നു അത്. അപ്പൊ അതില് ഞാൻ കണ്ട അന്നത്തെ ഒരു സ്വപ്നം ഞാൻ അന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അത് ടെലികാസ്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അത് ആക്ച്വലി ഈ ഈ പറഞ്ഞ പോലെ ലോകത്ത് നിന്ന് കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം മാഞ്ഞു പോകുന്നത് ആണ് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് അങ്ങനെ ആവട്ടെ. കൊറോണ എന്ന് പറയുന്ന ഒരു അസുഖം മാഞ്ഞു പോകട്ടെ ലോകത്ത്, ഇനി ആർക്കും അതിൻ്റെ ഒരു ആവാതിരിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു സ്വപ്നം പണ്ട് ആ ഒരു സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ സംഭവിക്കട്ടെ. ഈ ഒരു അസുഖം നമുക്ക് ആർക്കും ഇല്ലാതെ പഴയ പോലെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടടുത്ത് കാണാനും തൊട്ടടുത്ത് സംസാരിക്കാനും കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും സന്തോഷങ്ങളിലും സങ്കടങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടാനും പറ്റട്ടെ നമുക്ക്. അത് അങ്ങനെ പറ്റട്ടെ. അങ്ങനത്തെ ഒരു ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അതിന് നമ്മൾ കുറച്ചു കാലം എനിക്ക് തോന്നുന്നു ആദ്യത്തെ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും നമുക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വന്നു സിറ്റുവേഷൻസ് ഒക്കെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പല പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം ഇങ്ങനെ കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തി. അപ്പോൾ ഇനി നമ്മളൊന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഈ അസുഖത്തിനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാം. ഇനി സ്പ്രെഡ് ആവാതിരിക്കട്ടെ. ബിഗ് ബോസ് വീട്ടിൽ കയറി കൂടാൻ പറ്റിയതിനും ബിഗ് ബോസ് വീട്ടിൽ പെർഫോം ചെയ്യാൻ പറ്റിയതിനും അവിടെ ഓരോ ദിവസം അവിടെ നിർത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, സ്നേഹിക്കുന്ന, കരിയർ നന്നാവണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. 8 മണിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട് കേട്ടോ. ക്യാപ്റ്റൻ ആവാൻ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചിരുന്നു അനുവിനെ. ഒടുവിൽ അർഹത പോലെ തന്നെ കിട്ടി. നിരാശ തോന്നിയിരുന്നു? ഇല്ല ഒരിക്കലും നിരാശ. പറഞ്ഞ പോലെ ആ സമയത്ത് ഒരു വിഷമം തോന്നിയേക്കാം. പിന്നെ അതിനെ അങ്ങോട്ട് സംഭവിച്ചതെല്ലാം നല്ലത്, ഇനിയെല്ലാം സംഭവിക്കാൻ പോകുന്നത് നല്ലത്, ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് അങ്ങനെ ഇരിക്കട്ടെ. വിജിത വിക്രമൻ ബിഗ് ബോസിൽ എന്തായിരുന്നു? ബിഗ് ബോസിൽ ഫുൾ ടൈം അടുക്കളയിൽ ആയതുപോലെ തോന്നി. അങ്ങനെ ആയിരുന്നോ? അതെന്താ സംഭവം എന്ന് അറിയോ വിജിത? എന്താ സംഭവിച്ചാലേ, എനിക്ക് ഈ ഭക്ഷണം എന്ന് പറയുന്ന സാധനം തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്താൻ നമുക്ക് സ്വതന്ത്രമായിട്ട്, അവിടെയുള്ള ആർക്കും ഞാൻ കുക്ക് ചെയ്യോ ഇല്ല എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം അങ്ങോട്ട് പരീക്ഷണങ്ങൾ നടത്തി. അതിലുള്ള പരീക്ഷണങ്ങൾ മുഴുവൻ ഒരുവിധം സക്സസ് ആയിരുന്നു. ചില പാളിച്ചകളൊക്കെ ഉണ്ട്. ആ മുട്ടയുടെ സംഭവങ്ങൾ പോലെയുള്ള ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പാളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ തമാശകൾ അവിടെ സംഭവിച്ചു. പക്ഷെ എന്നാലും കുറെ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടോ ഭക്ഷണമൊക്കെ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാൻ ആ ഇൻസ്റ്റാഗ്രാമിലും കൂടി ഒന്ന് ലൈവ് വരട്ടെ. കുറേ ആൾക്കാർ പറയുന്നുണ്ട്, അവരോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ അതിൽ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയേഴ്സ്. ബൈ.